മറിച്ച് ഒരു ഉത്തമ മനുഷ്യ സ്നേഹി കൂടിയാണ് അയാൾ. ഒരിക്കൽ അവനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, എന്താണ് താങ്കൾ മറ്റു കളിക്കാരെ പോലെ ശരീരത്തിൽ ടാറ്റു ചെയ്യാത്തത്? അതിനവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങനെ ചെയ്താൽ രക്തദാനത്തിന് തടസ്സമാകും. ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തന്റെ കൂട്ടുകാരന്റെ ക്യാൻസർ ബാധിതനായ മകന് രക്തം നൽകാൻ വേണ്ടി ലക്ഷങ്ങൾ വിലയുള്ള തന്റെ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി കാത്തിരുന്നവനാണ് റോണോ. പത്രസമ്മേളനത്തിനായിരുന്നപ്പോൾ മുന്നിൽ വെച്ചിരുന്ന കൊക്കോ കോള ബോട്ടിൽ എടുത്തുമാറ്റി ആരോഗ്യത്തിനായി ശുദ്ധജലം കുടിക്കൂ എന്ന് പറഞ്ഞവൻ. സിറിയയിലും ഫലസ്തീനിലും കുട്ടികളെ രക്ഷിക്കാനായി തന്റെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലേലത്തിനായി നൽകിയവൻ. അതെ, കുട്ടികൾക്ക് അയാൾ ഒരു സൂപ്പർ ഹീറോയാണ്, അസാധ്യകാര്യങ്ങളുടെ നടത്തിപ്പുകാരൻ. അതിശയകരമായ ഒരു കാര്യം, സ്വന്തം വീട്ടിൽ നിന്നുൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയത് കൗമാരക്കാരോ 20കളുടെ ആദ്യ പകുതിയിൽ നിൽക്കുന്നവരോ ആയ ഗാബിയോ എംബാപ്പയോ ആന്റണിയോ ഒന്നുമില്ല, മറിച്ച് 37കാരനായ റൊണാൾഡോയാണ് നമ്മുടെ കുട്ടികളുടെ ആരാധനപത്രം. അയാളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല, അങ്ങനെ പിൻവാങ്ങുന്ന തരവുമല്ല അയാൾ ഇനിയും കരുത്തനായി മടങ്ങിയെത്തും. കാരണം പോരാട്ടം അയാൾക്കൊരു പുതുമയല്ല. അല്ലെങ്കിലും അയാളുടെ അമാനുഷികതയാൽ വശീകരിക്കപ്പെട്ട അയാളുടെ കാലിൽ പന്തെത്തുമ്പോൾ മുതൽ ആർത്തിരമ്പുന്ന ഈ മൈതാനങ്ങളെ അനാഥമാക്കി അയാൾ എവിടെ പോകാനാണ്? അയാൾ തിരിച്ചു വരും.